വയോജനങ്ങൾക്ക് താങ്ങും തണലുമായി കാഞ്ചിയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ കൂട്ടായ്മയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സോജൻ സ്വരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. മുതിർന്ന പൗരന്മാരിൽ അധികവും സ്ത്രീകളാണ്. അതിൽ തന്നെ 55% വിധവകളാണ്. മുതിർന്ന പൗരന്മാരിൽ വിവിധങ്ങളായ ആരോഗ്യ, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഇവരെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ പ്രാപ്തരാക്കുക, ആവശ്യമായ പിന്തുണ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക, വിവിധ സർക്കാരിതര ഏജൻസികളുടെ സേവനങ്ങൾ ലഭ്യമാക്കുക, അവരെ സ്വയം ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സ്നേഹത്തണൽ രൂപീകരിച്ചിട്ടുള്ളത്. സംഘടനയുടെ വാർഷികാഘോഷം കാഞ്ചിയാർ പള്ളിക്കവല വനിതാ സാംസ്കാരിക ദിനത്തിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സോജൻ സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, നിങ്ങളൊരു പുതിയ മനുഷ്യരാണ്, അല്ലെങ്കിൽ പുതിയ ന്യൂജൻ പേരൻസ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് എപ്പോൾ വിളിച്ചാലും വരുമെന്ന് ഞാൻ നേരത്തെ തന്നെ സന്ധ്യയോട് പറഞ്ഞു. എനിക്ക് അത്ര താല്പര്യമുള്ളൊരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊന്ന്, ഇതുമായി എന്നെ കണക്ട് ചെയ്യിക്കുന്നത്, എന്നെ ഇവിടെ വിളിച്ചത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ആണ്. പക്ഷേ ഈ ഒരു ലെവലിൽ പരിപാടിയിൽ വയോധികരുടെ കലാപരിപാടികൾ അരങ്ങേറി. സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സന്ധ്യ ജയൻ, NV രാജു, നിവർത്തിയിൽ ബിൻസി ബെന്നി, രാജൻ മല്ലുപാറ, ജോണി വടക്കൻപറമ്പിൽ, ചാക്കോച്ചൻ തെരുവിക്കൽ, മത്തച്ചൻ കക്കാട്ട്, സുലോചന തങ്കപ്പൻ, ഗൗരിയമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.